അല്ല ഗുരുവാ, ഇന്നെന്തോ നിവിൻ പോളിയുടെ ബ്രിഷൈന്റെ ഒക്കെ പേര് പറഞ്ഞൊരു കേസ് ചെയ്യാനുണ്ടല്ലോ. എന്തോ ഒരു ഫോർജൻ ഡോക്യുമെന്റ്, എന്താ സംഭവം? ആ അതായത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിവിൻ പോളിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ പറയുന്ന നമ്മുടെ ഒരു പ്രൊഡ്യൂസർ ഉണ്ടല്ലോ PS ഷംനാസ് കൊടുത്തിട്ടുണ്ടായിരുന്ന സത്യവാങ്മൂലം തെറ്റായി, അതായത് വ്യാജമാണെന്ന് തെളിഞ്ഞതിന്റെ ഭാഗമായിട്ട് വൈക്കം മജിസ്ട്രേറ്റ് കോടതി ഈ പുള്ളിക്കാരന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതായത് നിവിൻ പോളിയും അബ്രിഡ് ഷൈനും കൂടി 1.9 കോടിയോളം രൂപ തൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു എന്നാണ് ഈ പറഞ്ഞ ഷംനാസിന്റെ പരാതിയായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ പരാതിയോടൊപ്പം കൂടിയിട്ടേ പുള്ളി ഒരു സത്യവാങ്മൂലം കൂടി കോടതിയിൽ സമർപ്പിച്ചു. അതാണ് ഇപ്പോൾ വ്യാജമാണെന്ന് തെളിഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, ഇതേ സെയിം കേസ് തന്നെ കൊമേഴ്ഷ്യൽ കോടതിയിൽ നിലനിൽക്കുന്നുള്ള കാര്യം കൂടെ ഈ പറയുന്ന ഷംനാസ് കോടതിയിൽ നിന്ന് മറച്ചു വെച്ചു. സംഭവം എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതിനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനും നോക്കി. മാത്രമല്ല, വ്യാജമായിട്ടുള്ള ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്തു. നമ്മുടെ പുതിയ നിയമങ്ങളായിട്ടുള്ള BNSS പ്രകാരം പുള്ളി സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് അല്ലേ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഏറെക്കുറെ ക്ലിയർ ആയില്ലേ? അപ്പോൾ എനിവേ, കൂൾ ഗുരു, ശുക്രിയ.